ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ പുതിയതായിട്ട് വന്ന കുട്ടികൾക്ക് പായസം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ വിഷുവൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ അതിന് പായസമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവർക്കിപ്പം തേങ്ങാപ്പാലിൻ്റെ 1-ാം പാല് 2-ാം പാലും പിന്നെ ശർക്കര പാനി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അവർക്ക് അറിയത്തുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ. അറിയാവുന്നവർ വീഡിയോ കണ്ടിട്ട് അയ്യോ ഇത് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നതാണല്ലോ ഒന്നൊന്നും പറയാൻ നിൽക്കേണ്ട. ഞാനിത് ഒന്നും അറിയാൻ പാടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പുതിയതായിട്ട് വന്നിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ശർക്കരപ്പാനി, തേങ്ങയുടെ 1-ാം പാല് 2-ാം പാല്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം. ശർക്കര പാവ് കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഉണ്ട ശർക്കര എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഉരുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ടയായിട്ട് തന്നെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉരുകി വരാനായിട്ട് ഒത്തിരി സമയം എടുക്കും. അപ്പോൾ നമ്മൾ പൊടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഉരുകി വരും കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണേണ്. അപ്പോൾ ഇതേപോലെ പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാവ് കാച്ചുമ്പോഴത്തേക്ക് കുറച്ച് വലിയ പാത്രത്തിൽ വേണം ഇത് ആക്കാനായിട്ട്. എന്താ വെച്ചാൽ ഇതിങ്ങനെ തിളച്ച് പൊങ്ങി വരും. അപ്പോൾ ഞാൻ വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റണം. ഇനി ഇതിലേക്ക് ഒന്ന് ഉരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. സാധാ നോർമൽ വാട്ടർ തന്നെ കേട്ടോ നമ്മൾ ഒഴിക്കുന്നതിൻ്റെ അടുത്ത്. ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ 1 കിലോ ശർക്കരയ്ക്ക് 1.5 കപ്പ്. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വറ്റിക്കാനൊന്നും നിൽക്കണ്ട. ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് ഉരുക്കി അങ്ങ് എടുത്തുവെച്ചാൽ മതി. ഇത് സ്റ്റൗവിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ചൂടായി തുടങ്ങിയപ്പോൾ തന്നെ ആ പൊടിയായിട്ടുള്ള ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട് കേട്ടോ. കട്ടയായിട്ടുള്ള ശർക്കര ഇതുപോലെ ഇങ്ങനെ ഉരുക്കിയെടുത്താൽ മതി കേട്ടോ. ഇപ്പം മാർക്കറ്റിലൊക്കെ ശർക്കരയുടെ പൊടി മേടിക്കാൻ കിട്ടും. അത് നമുക്ക് കാപ്പിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അതിൻ്റെ അകത്ത് ഇങ്ങനെ അഴുക്കൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. നമുക്ക് നേരിട്ട് തന്നെ പായസത്തിലേക്ക് ചേർക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞങ്ങൾ ഗൾഫിലായിരുന്ന സമയത്ത് ഞാൻ അവിടെ വെച്ച് ശർക്കര മേടിക്കുമ്പോൾ നമ്മൾ അച്ച് പോലത്തെ ശർക്കര മേടിക്കാൻ കിട്ടുമല്ലോ, അങ്ങനത്തെയൊക്കെ മേടിക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഉരുക്കുമ്പോൾ അതിൻ്റെ അകത്ത് അഴുക്കൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷേ അങ്ങനത്തെ ശർക്കര ഞാൻ നാട്ടിൽ മേടിച്ചിട്ട് അതിൽ നല്ലപോലെ അഴുക്കുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മൾ ശർക്കര പാവ് കാച്ചിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് എടുത്തേച്ചാൽ മതി. അപ്പോൾ ചീത്തയായി പോകത്തൊന്നുമില്ല. ഇത് സമയം ലാഭമാണ്. അത് നേരത്തെ ആക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പായസമാണെന്നുണ്ടെങ്കിലും പിന്നെ അവലിൻ്റെ അകത്തിടാനാണെന്നുണ്ടെങ്കിലും പിന്നെ അട ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കത്തില്ല. അപ്പോൾ ഒക്കെ നമുക്ക് ഇതുപോലെ അന്നേരം പോയിട്ട് പാവ് കാച്ചണ്ട, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അതെടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. തിളച്ചൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് നന്നായിട്ട് കുറച്ചിട്ടോളൂ കേട്ടോ. അതുപോലെ ഇത് വലിയ പാത്രം എടുക്കാൻ പറഞ്ഞതും ഇതുകൊണ്ടാണ്. ഇതിന് ഭയങ്കരമായിട്ട് പൊങ്ങി വരും. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ആക്കിയാൽ മതി കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരുന്ന കാണുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ചിട്ട് ഒന്ന് ഇത് ഇളക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് കട്ടയായിട്ടുള്ള ശർക്കര എല്ലാം നന്നായിട്ടൊന്ന് ഉരുകിയിട്ടുണ്ട് കേട്ടോ. കുട്ടിയുള്ള പാനി തന്നെയാണിത്. ഇതിപ്പോൾ ചൂടായിരിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ലൂസായിട്ടിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ചൂടാറും തോറും ഇതിങ്ങനെ കുറച്ച് കട്ടിയായി വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് കട്ടിയാവണ്ട. കട്ടിയായി കഴിഞ്ഞാൽ നമ്മളിതൊരു കുപ്പിയിലോട്ടൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ ഇത് പാനിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ചീത്തയാവത്തൊന്നുമില്ല. എത്ര നാൾ വേണമെങ്കിലും അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ. ഒട്ടും ചീത്തയാവത്തില്ല കേട്ടോ. അപ്പോൾ ഞാനൊക്കെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇത് സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒരു അരിപ്പയിൽ കൂടെ ഇതങ്ങോട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ചിലരൊക്കെ ഇതിൻ്റെ മുകളിലുള്ള പതയെടുത്ത് കളയാറുണ്ട്. ഞാൻ കളയാറില്ല. എടുത്തൊന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇത് അരിക്കാനായിട്ട് ഞാൻ ചെറിയ കണ്ണിയായിട്ടുള്ള അരിപ്പയിൽ കൂടെ ആയിട്ടാണ് അരിക്കുന്നത്. ഞാൻ പറഞ്ഞ മണ്ണുണ്ടാവും നല്ലപോലെ. അതുപോലെ ഇത് നമ്മൾ അരിച്ചൊഴിക്കുന്നത് വെള്ളമൊന്നുമില്ലാത്ത പാത്രത്തിലേക്കും കൂടെ ആയിരിക്കണം കേട്ടോ. എന്നുവെച്ചാൽ നമ്മളിത് എടുത്ത് വെക്കാനുള്ളതാണല്ലോ. ഇന്ന് തന്നെ എടുക്കാനാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബാക്കിയുള്ളത് ഇപ്പോൾ 1 കിലോ ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് കുറച്ചൊക്കെ മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ച് തന്നെ നല്ല ഉണങ്ങിയ വൃത്തിയുള്ള പാത്രത്തിൽ തന്നെ ഒഴിച്ചു വെക്കാം കേട്ടോ. ഇതുണ്ടോ, അഴുക്ക് കണ്ടോ? ഇനി നമുക്ക് ഈ പായസത്തിൽ വേണ്ട മറ്റൊരു സാധനമാണ് തേങ്ങാപ്പാൽ. നമ്മൾ വീഡിയോയിലൊക്കെ ഇപ്പം വീഡിയോ നോക്കി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ 1-ാം പാല് 2-ാം പാല് 3-ാം പാല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് അപ്പോൾ ഈ 1-ാം പാലും 2-ാം പാലും 3-ാം പാലൊക്കെ എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ തേങ്ങ ചെറുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പം തേങ്ങാപ്പാലൊക്കെ എടുക്കുമ്പോൾ
ഒരുപാട് വിളഞ്ഞു പോകാത്ത എന്ന് വെച്ചാൽ ഒരുപാട് മൂത്ത തേങ്ങ എടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അത്ര അധികം പാല് കിട്ടത്തില്ല. അതിൽ മൂത്ത തേങ്ങയൊക്കെ ആകുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ കുറച്ച് കൂടുതലൊക്കെ ആയിരിക്കും. നമുക്ക് അധികം മൂക്കാത്ത തേങ്ങയാണ് നല്ലത് കേട്ടോ. ഇനി നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോണത് 1-ാം പാലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ തേങ്ങ ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എളുപ്പ മെത്തേഡിലാട്ടോ ഞാൻ കാണിക്കുന്നത്. ശരിക്കും 1-ാം പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തേങ്ങേനെ നമ്മൾ കൈ കൊണ്ട് തിരുമ്മി കിട്ടുമ്പോൾ ഉള്ള പാലാണല്ലോ, അതാണ് 1-ാം പാല്. ഇപ്പോൾ പണ്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ് എടുത്തുകൊണ്ടത്. അപ്പോൾ നമുക്കൊന്നും പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് 1-ാം പാല് 2-ാം പാൽ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടു, അതിലേക്ക് ഒരിച്ചിരി ചെറു ചൂടുവെള്ളം ഒഴിച്ചു കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കരുത് കേട്ടോ. തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിട്ട് അടിക്കുമ്പോഴത്തേക്ക് അതെല്ലാം കൂടെ തെറിക്കും. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന പരുവത്തിലുള്ള ചൂടുവെള്ളം ആയിരിക്കണം കേട്ടോ. ഇതേപോലെ കേട്ടോ. അപ്പോൾ അധികം വെള്ളമൊന്നും ഉണ്ടാകത്തില്ല ഇതിൻ്റെ അകത്ത്. ഇത് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. കേട്ടോ, ഇതിൽ വെള്ളം ഇല്ല, നമ്മൾ ആകെ കുറച്ച് വെള്ളം ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് തേങ്ങ അരിപ്പ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അരിച്ചെടുക്കാം കേട്ടോ. ഇതിങ്ങനെ പിഴിഞ്ഞിട്ട് ഈ പിഴിഞ്ഞത് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പം നമ്മൾ ആ പിഴിഞ്ഞെടുത്ത തേങ്ങനെ നമ്മൾ ഒന്നും കൂടെ ആക്കുന്നുണ്ട്. ഫസ്റ്റിലെടുക്കുന്ന പാലിന് നല്ല കട്ടിയായിരിക്കും, അതുകൊണ്ടാണ് നമ്മളിതിന് 1-ാം പാലെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ആരും കൈ കൊണ്ടാണോ പീച്ചുന്നതെന്നും ചോദിക്കേണ്ട. ഇത് കൈ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. കൈ കൊണ്ട് തന്നെ പീച്ചിയാൽ മാത്രമേ വരത്തുള്ളൂ. അതുപോലെ ഗ്ലൗസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലേക്ക് തന്നെയല്ലേ നമ്മളിത് ഉണ്ടാക്കുന്നത്. അമ്മമാരെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അത്ര നല്ല ശുദ്ധമായിട്ട് തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് 1-ാം പാല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് നമ്മൾ അരച്ച തേങ്ങ ഒന്നും കൂടെ മിക്സിയിലേക്ക് ചേർക്കാം. അപ്പം ഞാനിവിടെ രണ്ട് പാലേ എടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ 2 എടുക്കാം. ഇപ്പം ഈ 2ാമത് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതിന് 2-ാം പാലെന്ന് പറയും. ആ പിഴിഞ്ഞെടുത്ത ശേഷം വീണ്ടും ആ തേങ്ങേനെ വീണ്ടും പാലെടുക്കുകയാണെങ്കിൽ അതിന് 3-ാം പാലെന്ന് പറയും. ഇത് ഞാൻ 2 പാലല്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് അധികം വെള്ളം ചേർക്കുവാണ്. അപ്പോൾ എനിക്ക് 2-ാം പാല് കുറച്ച് അധികം വേണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തേങ്ങയിലെ പാല് ഫുള്ളായിട്ട് തന്നെ വരും കേട്ടോ. ഇതും കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ പാലിന് അത്ര വലിയ കട്ടി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആദ്യം നല്ല കട്ടിയുള്ള പാൽ നമ്മൾ ആദ്യം മാറ്റിയല്ലോ, ഇതിന് കട്ടി കുറവായിരിക്കും കേട്ടോ. ഇപ്പോൾ ഈ കട്ടി കൂടിയ പാലാണ് 1-ാം പാല്. ഇത് 2-ാം പാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പായസത്തിന് ആവശ്യമുള്ള ശർക്കരപ്പാനിയും തേങ്ങയുടെ 1-ാം പാലും ഇത് തേങ്ങയുടെ കട്ടിയുള്ള പാലിനാണ് 1-ാം പാല്, കട്ടി കുറഞ്ഞ പാലാണ് 2-ാം പാലുമാണ് നമ്മളിന്നിപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. പറയാൻ പാടില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക്